السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇബാദത്തുകളും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ദിക്ർ സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടുതലായി ആമുഖം പറഞ്ഞുകൊണ്ട്, കൂടുതലായി സംസാരിച്ചുകൊണ്ട് നമ്മളെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കലാണ്, ദിക്റുകൾ ചൊല്ലലാണ്, ഖുർആൻ ഓതലാണ്, അതുപോലെ തന്നെ സ്വലാത്തുകൾ ചൊല്ലലാണ്. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അല്ലാഹുവിനെ കാണണം. അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അല്ലാഹുവിനെ കാണാനുള്ള ഒരു കണ്ണ് എനിക്കുണ്ടാകണം. ആ ഒരു ചിന്തയായിരിക്കണം നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എനിക്ക് സ്വർഗ്ഗം ഒരു പ്രശ്നമല്ല, എനിക്ക് നരകം ഒരു പ്രശ്നമല്ല, എന്റെ പ്രശ്നം നാളെ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ കാണലാണ്. അല്ലാഹുവിനെ കാണാൻ പറ്റുന്ന കണ്ണ് വേണം. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المدوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഒരുപാട് ആളുകളുടെ ഉമ്മ ഉപ്പ മരണപ്പെട്ടു പോയി. വല്ലുപ്പ വല്ലുമ്മമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, അയൽവാസികള്, കൂട്ടുകാര്, കുടുംബക്കാര്, ഇങ്ങനെ പല പല ആളുകളും ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി. അല്ലാ അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സന്തോഷം കാണാൻ, ഞങ്ങളുടെ മജ്ലിസ് കാണാൻ ഇന്ന് ഞങ്ങളോടുകൂടെ അവരില്ലല്ല അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹയുടെ മിസ്ൽ സവാബിനെ അവരെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ മുത്തുനബിയുടെ അജ്മീർ ഖാജ തങ്ങളെ, ഖദർ അലൈഹിസ്സലാമിന്റെ സിഎം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്ലാഹ് എന്ന് തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ബൈത്തിലൂടെ നമുക്ക് ചെല്ലാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുകയാണ്, അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ് എന്നാണ് ഈ ദിക്റിന്റെ മൊത്തത്തിലുള്ള ആശയം. അത് നമ്മളെ മനസ്സിലേക്ക് വരും. എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്, എല്ലാം തടയുന്നവനും അള്ളാഹുവാണ്. അപ്പൊ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വമ്പം വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ആത്മാർത്ഥമായി അള്ളാഹ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഹൃദയം ഇങ്ങനെ പിടപെടക്കണം, മുഅ്മിനീങ്ങളെ പിടപെടക്കണം, ഭയം വരണം. അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിലുള്ള കറകളൊക്കെ മാറണം, ആത്മാർത്ഥത വേണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അലൈഹി തവക്കലു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. തവക്കുലിന്റെ ബർക്കത്ത് കൊണ്ട്, തവക്കുൽ വലിയ കാര്യമുള്ള ഒരു ഇബാദത്താണ്. തവക്കുലിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ അല്ലാഹ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ പടച്ചോനെ. ഞങ്ങളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ നീ അകറ്റിത്തരണേ പടച്ചോനെ. ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ പടച്ചോനെ, റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ഒട്ടനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ അല്ലാഹ് പടച്ചോനെ. ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുത്തുനബിയോട് സ്വലാത്തും സലാമും പറയാം.
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين الله സ്വീകരിക്കട്ടെ. സലാത്തിന്റെ സലാമിന്റെ ബർക്കത്ത് കൊണ്ട് മദീനയിലേക്ക് എത്താൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം നൽകവനെ പടച്ചവനെ. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. ഒട്ടനവധി ആളുകൾ ഉംറക്ക് പോകാനൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. എല്ലാ കടലാസും പേപ്പറുകളും ഒക്കെ നീ ശരിയാക്കി കൊടുക്കണേ അല്ല. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ല. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല. ഒരുപാട് ആളുകൾക്ക് മദീന കാണാൻ ആഗ്രഹമുണ്ട് പടച്ചവനെ. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമ്പത്തില്ല. അല്ലാ, നീ കോടീശ്വരനാണ്, നീ കോടിപതിയാണല്ലോ, നിന്റെ ഖജനാവ് വലുതാണല്ലോ. അല്ലാ, അത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത നിന്റെ ഖജനാവിൽ നിന്ന് പാവപ്പെട്ട അടിയങ്ങൾക്ക് സാമ്പത്തികമായ ഹല്ല് നൽകല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിക്ർ ചൊല്ലാം. അസ്മാഉൽ ഹുസ്ന കൂട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്.
يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ദുഃഖങ്ങൾ നീ അകറ്റി തരണേ പടച്ചവനെ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ നീ അകറ്റി തരണേ പടച്ചവനെ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അകറ്റണേ അല്ലാ. ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി കിട്ടാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു റബ്ബേ. നല്ല ജോലി കൊടുക്കല്ലാ, ദുഃഖങ്ങൾ അകറ്റി കൊടുക്കല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ മാതാപിതാക്കള് അവരെ നമ്മൾ മറക്കാൻ പറ്റൂലല്ലോ, മരണപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യൽ മക്കളുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. رب ارحمهما كما ربياني صغيرا 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 رب ارحمهما كما ربياني صغيرا. അതിന്റെ അർത്ഥം എന്താ അറിയോ? അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കാരുണ്യം ചെയ്തതുപോലെ നമുക്ക് നമ്മളെ മാതാപിതാക്കള് ചെറുപ്പത്തിൽ എത്ര കാരുണ്യം ചെയ്തിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളെ ചുമന്നു എന്നുള്ളതാണ് ഉമ്മ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ കാരുണ്യം. ആ വയറ്റിൽ വെച്ച് നമ്മളെ കുത്തി കൊന്നുകൊണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അതുപോലെ തന്നെ നമുക്ക് ചെറുപ്പകാലത്ത് നമ്മളെ ഉപ്പ എത്ര നമുക്ക് വേണ്ടി കഷ്ടപ്പെടും. അവരെ കഷ്ടപ്പാട് മുഴുവനും നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നമ്മൾക്ക് വേണ്ടി നമ്മളെ മാതാപിതാക്കൾ കഷ്ടപ്പെടുകയാണ്. അപ്പൊ അതുപോലെ അവർക്ക് റഹ്മത്ത് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം. رب ارحمهما كما ربياني صغيرا 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 رب ارحمهما كما ربياني صغيرا. അല്ലാഹു കാക്കട്ടെ, മാതാപിതാക്കൾക്ക് ആഫിയത്ത് ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ, വിജയം നൽകട്ടെ. ഇനി നമ്മൾക്ക് അസ്മാഉൽ ഹുസ്ന ചേർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. വളരെ ഫായിദുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. എല്ലാവരും ആത്മാർത്ഥതയോട് ചൊല്ലിക്കോളൂ. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഫായിദകളുള്ളതാണ്. വലിയ വലിയ ആരിഫ്യങ്ങളും മഹാന്മാരും പഠിപ്പിച്ചതാണ് കേട്ടോ. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി والإكرام أمتنا على دين الإسلام يا ذا الجلال 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 والإكرام أمتنا على دين الإسلام. الله സ്വീകരിക്കട്ടെ.
അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വലിയ വലിയ ആരിഫ്യങ്ങളും മഹാന്മാരും ചൊല്ലിപ്പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾക്ക് ഒരുമിച്ച് ചെല്ലാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ്, 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 അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കൽപ്പൻ തവസ്സുൽ ബൈത്ത് ചൊല്ലി അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വലാത്തും ഇസ്തിഗ്ഫാറും ചൊല്ലണം. എല്ലാവരും ക്ഷമയോടുകൂടെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടംവീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയോർ കുല്ലിലും നബി തങ്ങളെ ബറക്കത്തിനാൽ സുഖം നൽകണേ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഞാൻ ചെയ്ത നന്മ തിന്മകൾ എഴുതും മലക്കുകളേടതിൽ നൽകും കരങ്ങൾ വലതതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാലും
ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവനെ, സമാധാനം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ലാ ഹൗല ചൊല്ലാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 لا حول ولا قوة إلا بالله العلي العظيم. 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 അല്ലാഹു സ്വീകരിക്കട്ടെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ, സർവ്വ രോഗങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് അഫ്ളൽ ദിക്ർ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 لا إله إلا الله. അല്പം സലാത്ത് ചൊല്ലാം.
اللهم صل على النور واهلي 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 ഇസ്തിഗ്ഫാറിലേക്ക് കടക്കാം. أستغفر الله العليم 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 അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്പം ദുആ ചെയ്ത് മജ്‌ലിസ് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ കരുണക്കരായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് കബൂൽ ചെയ്യണേ പടച്ചോനെ. ഞങ്ങളെ ചൊല്ലിയത് നീ സ്വീകരിക്കണേ പടച്ചവനെ. ന്യൂനതകൾ പരിഹരിക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിൽ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാഹ്, കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ അകറ്റി തരണേ അല്ലാഹ്. സമാധാനവും നൽകണേ അല്ലാഹ്, ശാന്തി നൽകണേ അല്ലാഹ്, ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒട്ടനവധി രോഗികളുണ്ട് പടച്ചവനെ, പല പല അസുഖങ്ങള്, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, ക്യാൻസർ ഉള്ളവര്, വൃക്ക പ്രശ്നം, ക്യാൻസറിന് പ്രശ്നം, അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾ, തലച്ചോറിന് പ്രശ്നമുള്ള ആളുകൾ, ഹോസ്പിറ്റലിലെ ആളുകൾ, ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ, ശിഫ നൽകണേ പടച്ചവനെ. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ, സമാധാനം നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. വേദനകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ല. നിന്റെ ഖജനാവ് വലുതാണല്ലോ, കൊടുക്കണേ അല്ലാ. പട്ടിണിയിലാക്കല്ല അല്ലാ, ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാ, കഷ്ടപ്പാടിലാക്കല്ല അല്ലാ.
ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കടമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചു പറഞ്ഞ ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് വീട്ടിക്കൊടുക്കണേ അല്ലാ. അതിനുള്ള വഴി തുറന്നു കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, ഉപ്പമാരാണ്, ഭർത്താക്കന്മാരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. നല്ല ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. ജോലിക്ക് വേണ്ടി ഗൾഫിൽ പോയി ജോലിയില്ലാതെ കഷ്ടപ്പാടിലാണെന്ന് പറഞ്ഞവരുണ്ട്. നല്ല ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കല്ല. പഠിച്ചവനെ, ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. വീടിനെ ജപ്തിക്ക് നോട്ടീസ് എത്തി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, വിവാഹ പ്രായമെത്തി വിവാഹം ശരിയാകാതെ കഷ്ടപ്പെടുന്ന എത്ര സഹോദരി സഹോദരന്മാർക്ക് നല്ല ജീവിതം നൽകല്ല, നല്ല ഇണകളെ നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. എത്ര ഉമ്മമാരാണ്, ഉപ്പമാരാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഉസ്താദേ കുട്ടികൾ പറഞ്ഞത് കേൾക്കുന്നില്ല, മയക്കുമരുന്നിന് ലഹരിക്കടിമയായി പോയി ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എത്ര ആളുകളുണ്ട്. ആ മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കല്ല, സൽസ്വഭാവം കൊടുക്കല്ല, ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അഭിമാനം നൽകണേ അല്ല. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ്, ഭാര്യ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം കാരണം പ്രയാസത്തിലാകുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. അവിഹിതത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. നല്ല ജീവിതം നൽകല്ല. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഇബ്ലീസിന്റെ കണിമലകളെ തൊട്ട് കാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തടസ്സങ്ങൾ നീക്കി തരണേ അല്ലാ. നബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. നിസ്കരിക്കാനും ഇബാദത്ത് ഖുർആൻ ഓതാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാ. മുത്തുനബിയെ പിൻപറ്റി ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ എല്ലാ മേഖലയിലും ബർക്കത്തും ഖൈറും നിന്റെ കാവലും നിന്റെ സഹായവും നിന്റെ അനുഗ്രഹവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, കാത്തോളണേ അല്ലാ. സംരക്ഷിക്കണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. പടച്ചവനെ, മരണപ്പെട്ടു പോയ എത്ര ആളുകളാണ്, വല്ലുപ്പമാര്, അവരുടെയും മാതാപിതാക്കൾ, ഉപ്പമാര്, മക്കളുണ്ട്, അതുപോലെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, എല്ലാവരുടെ ഖബറും സ്വർഗമാക്ക്, വിശാലമാക്ക്, റാഹത്തിലാക്ക്, സന്തോഷത്തിലാക്കി കൊടുക്കല്ല. അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നല്ല മരണം നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട്, ആക്സിഡന്റ് പോലത്തെ ഷറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളെ ഭാര്യ മക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠനിയന്മാർ, അവരെ ഭാര്യ മക്കൾ, കുടുംബക്കാർ, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ കുടുംബക്കാര്, ഭർത്താക്കന്മാര്, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ കൂട്ടുകാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, വല്ലുപ്പമാര്, ഭക്ഷണം തിന്നവരുണ്ട്. പടച്ചവനെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ ഹസിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ആരാധനകളെ ദിക്റുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരെ നീ സ്നേഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. മുത്തനബിയുടെ സാന്നിധ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.